ആദരണീയനായ അധ്യക്ഷൻ റവറൻഡ് ഫാദർ ജോൺ മണ്ണാറത്ത്, you have got a wonderful person to lead you. Father Augustine K. Matthew, അഖില, റവറൻഡ് ഫാദർ സിബി പുളിക്കൽ, വേദിയിലെ സദസ്സിലെ സുഹൃത്തുക്കൾ, വളരെ സജസ്റ്റീവായിട്ടുള്ള ഒരു പേരാണ് നിങ്ങളുടെ മാസികയ്ക്ക് കിട്ടിയിരിക്കുന്നത്. വാസ്തവത്തിൽ എല്ലാ ടൈറ്റിലുകളും പോയട്രിയിലാണ് എഴുതുക. അതുപോലെ പോയട്രിയിൽ എഴുതപ്പെട്ട ഒരു ടൈറ്റിലാണ് കോമ്പസ് എന്ന് പറയുന്നത്. വളരെ ക്രിയേറ്റീവാണ്. നമ്മളൊരു ലേഖനത്തിൻ്റെ കവിതയുടെ ശീർഷകം എഴുതുമ്പോൾ, തലക്കെട്ട് എഴുതുമ്പോൾ, തലക്കെട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. അതിനെക്കുറിച്ച് വലിയൊരു ഫിലോസഫർ ഷോപ്പനവർ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുള്ളത് ടൈറ്റിൽ ഈസ് ദ അഡ്രസ് എന്നാണ്. ടൈറ്റിൽ ഒരു അഡ്രസ്സാണ്. അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രവേശിക്കുക. ഈ പുസ്തകത്തിൽ, ഈ മാഗസിനിൽ എവിടെയെല്ലാം എത്തിച്ചേരാം എന്നതിൻ്റെ സൂചകമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നോക്കിക്കോളൂ. ഐഡിയ എന്ന് പറയുന്ന ഒരു ഫോൺ കമ്പനി. അപ്പോൾ എന്ത് പേര് കൊടുക്കും? അങ്ങനെ അവർ ആവശ്യപ്പെട്ടിരിക്കാം. അങ്ങനെ മനോഹരമായ ഒരു പേര് കിട്ടുന്നു. എൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യവാചകവും ഉപയോഗിക്കാൻ സാധിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള ഒരു ടൈറ്റിൽ. അടുത്ത ദിവസം അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ ടൈറ്റിൽ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര ബുദ്ധിപൂർവമാണ്, എത്ര ഭാവനാപൂർവമാണ് ഒരു ടെക്സ്റ്റൈൽ കമ്പനിക്ക് അഡ്രസ്സ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. 2 പേര് ഇതിലെ കടന്നു പോകാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ആൾക്കറിഞ്ഞുകൂടാ ആരാണ് എന്ന്. നമുക്ക് അയാളെക്കുറിച്ച് ചോദിക്കുകയും വേണം. അപ്പോൾ നമ്മൾ പറയും, പച്ച ഉടുപ്പിട്ട ഒരാൾ ഇതിലെ പോയി, ആരാ കണ്ടിരുന്നോ എന്ന് ചോദിക്കും. തൽക്കാലത്തേക്ക് അയാളുടെ അഡ്രസ്സ് എന്തായിത്തീരുന്നു? ഈ പച്ച ഉടുപ്പ് ആയിത്തീരുന്നു. മാത്രവുമല്ല, ഈ അഡ്രസ്സ് നമ്മുടെ ടേസ്റ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. നമ്മളൊരു നിറം തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ, അത് എൻ്റെ ടേസ്റ്റിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കൂടിയായിത്തീരണം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ് നിങ്ങളുടെ ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ അതിനകത്ത് ഇരിക്കുന്നു. തീർന്നിട്ടില്ല. ഒരാൾ മരിച്ച് അജ്ഞാതമാണ്. അങ്ങനെ ശരീരം കിട്ടിയാൽ പോലീസുകാർ നോക്കും എന്തെങ്കിലും അടയാളമുണ്ടോ. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ടൈലറുടെ അടയാളം മനസ്സിലാകുന്നു. അതിനെ മുൻനിർത്തി അന്വേഷിക്കുന്നു. നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങളുടെ ഡ്രസ് എന്ന് അർത്ഥം. അങ്ങനെ ഒരുപാട് അർത്ഥത്തിൻ്റെ അടരുകൾ ഉണ്ടായിരിക്കണം ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ. നിങ്ങൾക്ക് പേരിടാൻ അച്ഛനും അമ്മയും ഒക്കെ എത്ര ആലോചിച്ചിരിക്കും. ഒരു ജന്മം മുഴുവൻ നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങളുടെ പേര്, അല്ലേ? ആ അഡ്രസ്സിലാണ് നിങ്ങളെ അറിയുക. ആ അഡ്രസ്സാണ് ഇവിടെ ചേർക്കപ്പെടുക, അല്ലേ? അങ്ങനെ നമ്മൾ എന്ന് പറയുന്നത് സൂക്ഷ്മമായി നമ്മുടെ അഡ്രസ്സാണ്, നമ്മുടെ പേര്. അപ്പോൾ ഈ പേര് കൊടുക്കാൻ എത്ര ആലോചിച്ചിരിക്കും. അത് കാരണം എന്താ? ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ക്രിപ്റ്റ് ഈ പേര് നിശ്ചയിച്ചു എന്ന് വരാം. ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ്. പവിത്രൻ എന്ന് പറയുന്ന പേരുള്ള ഒരാൾ ഒരു കളങ്കം ചെയ്യാൻ ധൈര്യപ്പെട്ടു എന്ന് വരില്ല. ഒരു പക്ഷേ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഈസ് ദെയർ. നിങ്ങൾക്ക് എന്ത് പേരിട്ടാലും അത് എവിടെ നിന്ന് കിട്ടിയോ, യുളീസസ് എന്നൊരു പേരിട്ടാൽ പോയി, കഥകൾ വരികയായി, അല്ലേ? ഇങ്ങനെ ഓരോ പേരിനും കഥകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു കവിതയ്ക്ക്, കഥയ്ക്ക് ഒക്കെ പേരിടുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ അതിൽ ഉണ്ടാകും. ഇവിടെ ഈ കോമ്പസ് എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്നതിലും എത്ര അർത്ഥമാണ് എന്ന് നോക്കുക. കോമ്പസ് കൊണ്ട് നമുക്ക് അടുത്തിരിക്കുന്നവനെ കുത്താം, അല്ലേ? വേദനിപ്പിക്കാം. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ ഉപയോഗം ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഉപയോഗമുണ്ട്. ഭൂമിയിലെ ഏറ്റവും പൂർണ്ണതയുള്ളത് ഒരു വൃത്തമാണെങ്കിൽ അത് ഇതുകൊണ്ട് വരയ്ക്കാം. ഈ വൃത്തത്തിനകത്ത് നിന്ന് പുറത്തു പോകരുത് എന്ന് പറയാൻ നമുക്കൊരു വൃത്തം ഉപയോഗിക്കാം.
ഗാന്ധിയാണ് ഒരുപക്ഷെ ഏറ്റവും ഇൻക്ലൂസീവായിട്ടുള്ള ഒരു വൃത്തം ഇന്ത്യയിൽ വരച്ചത്. അൺടു ദി ലാസ്റ്റ്, അവസാനത്തെ ആൾക്ക് വരെ, ഏറ്റവും പാവപ്പെട്ടവന് വരെ ഇടം ഉള്ള ഒരു സർക്കിൾ ആണ് ഗാന്ധി വരച്ചത്. ക്രൈസ്റ്റാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഒരു സർക്കിൾ വരച്ചിട്ടുള്ളത്. എല്ലാ പാപികൾക്ക് വരെ ഇടമുള്ള ഒരു വലിയ സർക്കിൾ, പുറത്ത് നിർത്തിയവരെല്ലാം അകത്ത് കയറുന്ന അസാധാരണമായ ഒരു സർക്കിൾ അല്ലേ? അങ്ങനെ കോമ്പസിന് അർത്ഥം തീരുന്നില്ല. അതൊരു ദിശാസൂചകമായിട്ട് ഉപയോഗിക്കുന്ന, നാവിഗേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനവുമാണ് കോമ്പസ് അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിനെന്താ അർത്ഥം? പണ്ട് ആളുകൾ ചാർട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കടൽ യാത്ര നടത്തിയിരുന്നത് വളരെ സാഹസികമായിട്ടാണ്. എന്താ അപ്പുറത്തുള്ളത് എന്ന് ഒരു ധാരണയുമില്ല. എന്നാലും യാത്ര ചെയ്യുകയാണ്. മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി. അപ്പോൾ ആ ജേണി ഡേഞ്ചർ അല്ലാതെയായി തീർന്നത് ഈ കോമ്പസ് കണ്ടുപിടിച്ചപ്പോഴാണ്. അപ്പോൾ സൂചകമായ ഒന്ന് നമ്മൾക്ക് കിട്ടുന്നു. വടക്കോട്ടാ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു, തെക്കോട്ടാ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് പോകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ദിശാസൂചകമായിട്ടുള്ള പൂർണ്ണതയുടെ ഒരു സൗന്ദര്യമുള്ള, ഞാനിവിടെ വരുമ്പോഴൊക്കെ ഓർക്കും, സിൽവർ ഹിൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം സത്യത്തിൽ പെർഫെക്ഷൻ എന്നാണ് എന്ന്. എന്തൊരു പെർഫെക്ഷനാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും എന്ന്. അങ്ങനെ കോമ്പസ് ഒരു പെർഫെക്ഷനിലേക്ക് ഊന്നുന്നു, ദിശകളിലേക്ക് ഊന്നുന്നു. ഇതിൽ അവസാനം എമിലി ഡിക്കിൻസൻ്റെ ഒരു കവിത കൊടുത്തിരിക്കുന്നു, ഹോപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ബുദ്ധിപൂർവമാണ് ഇതിൻ്റെ എഡിറ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. അതാകട്ടെ ഒരു മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയുടെ പാട്ട്, വാക്കുകളില്ല, ശബ്ദം മാത്രം. വാക്കുകൾക്കുള്ള പരിമിതി എന്താ? അത് ഓരോ ദേശത്തിന് മാത്രമേ മനസ്സിലാവൂ. സൗണ്ടാണെങ്കിൽ യൂണിവേഴ്സലാണ്. അതുകൊണ്ട് ഈ ശബ്ദം, അതാകട്ടെ എമിലി ഡിക്കിൻസൺ പറയുകയാണ്, ഭാവിയിലേക്ക് വ്യാപിക്കുന്ന ശബ്ദം എന്ന്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഹോപ്പ് എന്ന ഒന്നോടുകൂടി അവസാനിക്കുന്നു ഈ മാഗസിൻ. നിറയെ ചിത്രങ്ങൾ, കവിതകൾ, പ്രഭാഷണങ്ങൾ, ഫോട്ടോകളാണല്ലോ പുതിയ കാലത്തിൻ്റെ. അപ്പോൾ നമ്മൾ സർക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സർക്കിളിൽ ഇപ്പോൾ സെൽഫിയൊക്കെ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല അല്ലേ? സെൽഫി വന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുവരെ ഫോട്ടോ എടുക്കുന്ന ആൾ ഫോട്ടോവിൻ്റെ പുറത്തായിരുന്നു അല്ലേ? സെൽഫി വന്നപ്പോൾ ഫോട്ടോവിനകത്തായി തീർന്നു. മറ്റൊന്നുകൂടി ഉണ്ട്. നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ ഇത്ര ഇഷ്ടം എന്താ? നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ സെൽഫി എടുക്കാനാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ്? അത് മുമ്പ് നമുക്ക് സാധ്യമല്ലായിരുന്നു എന്നത് ഒരു കാരണം. പക്ഷെ ഒരു കാരണമല്ല അതിൽ പ്രധാനം. നിങ്ങൾ സെൽഫി എടുത്താൽ എന്താ ഉണ്ടാവുക? എടുത്ത ആളുടെ ചിത്രമാണ് വലുത്. മനസ്സിലായില്ലേ? ഫോട്ടോഗ്രാഫിൽ എല്ലാവരും തുല്യമായിരിക്കുന്നു അല്ലേ? സെൽഫിയിൽ ഞാൻ വലുതും ഞാൻ സെൻറ്ററും ആയിരിക്കുന്നു. എന്നെ പ്രതിയാണ് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ പോയിട്ട് ഫോട്ടോ എടുക്കുമോ? ഇല്ല. അദ്ദേഹം എന്തെടുക്കും? സെൽഫി എടുക്കും. കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സെൻട്രൽ വരുന്ന ഒരു ദൃശ്യം അത് അയാൾ സൃഷ്ടിക്കും. അത് നമുക്കും സന്തോഷം, അദ്ദേഹത്തിനും സന്തോഷം. അപ്പോൾ ഈ സാധനം വന്നതോടുകൂടി ഈ വ്യക്തി സെൻറ്ററായി തീർന്നു. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതൊരു സെൽഫ് എക്സിബിഷനാണ്, നമ്മളെ കാട്ടലാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. കാരണം നമ്മൾ നമ്മളെ അത്രയൊന്നും പ്രതിനിധീകരിക്കുന്നില്ല. നമ്മുടെ ബാഹ്യരൂപമല്ല ഇത്. ഒരാൾ പാട്ട് പാടുമ്പോൾ ഈശ്വര ഈ കുട്ടി ഇങ്ങനെ പാടുമോ എന്ന് നാം തിരിച്ചറിയുമ്പോൾ, അയാളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു രൂപം റിവീൽ ചെയ്യുമ്പോൾ അപ്പോഴാണ് അയാളെ നാം തിരിച്ചറിയുന്നത്. എന്തൊരു ജീനിയസാണ് ഈ കുട്ടി. അയാൾ നൃത്തം ചെയ്യുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട്
ഈ ജെന്യുനായിട്ടുള്ള, അതിൽ നിന്നാണ് ജീനിയസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടാകുന്നത്. ജെന്യുൻ ക്രിയേറ്റിവിറ്റി ആവിഷ്കരിക്കാൻ സെൽഫി ഒന്നും പറ്റില്ല. സെൽഫി നമ്മുടെ ഈ ബാഹ്യരൂപം ആവിഷ്കരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ആ ബാഹ്യരൂപത്തിൽ നിങ്ങളില്ല. യു ആർ മോർ ദാൻ യു. ആ യു ആർ മോർ ദാൻ യു എന്നതിൻ്റെ ആവിഷ്കാരത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? അതെ, അതാണ് ഒരു റംബ്രാൻഡോ വാൻഗോഗോ ഒക്കെ ചെയ്തിട്ടുള്ള സെൽഫ് പോർട്രേറ്റും സെൽഫിയുമായിട്ടുള്ള വ്യത്യാസം. അത് എക്സിബിഷൻ അല്ല, അത് എക്സ്പ്രഷൻ. നിങ്ങളൊരു കവിത എഴുതുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യാനല്ല, നിങ്ങൾക്ക് എക്സ്പ്രഷന് സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ ആവിഷ്കരിക്കാനാകാത്ത ഒന്ന് സാധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കവിത എഴുതുന്നത്, കഥ എഴുതുന്നത്. ഫാദർ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യുന്നത്. എന്താ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു കാര്യം? നിങ്ങളുടെ റിയൽ ടാലൻ്റ് എന്താണ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു മീഡിയം കിട്ടുന്നത് വരെ നിങ്ങൾ അസന്തുഷ്ടനായിരിക്കും. അത് പ്രവർത്തനത്തിലാകാം, അത് പെരുമാറ്റത്തിലാകാം, അത് പാടിയിട്ടാകാം, അത് ആടിയിട്ടാകാം, അത് കളികളിൽ പങ്കെടുത്തുകൊണ്ടാകാം. എന്താ കളികളെക്കുറിച്ചൊരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോൾ ഫുട്ബോൾ, ടെന്നീസ്, ബാസ്ക്കറ്റ് ബോൾ, വാസ്തവത്തിൽ ഈ കളിയിലൊക്കെ ഒരു വലിയ തമാശയുണ്ട്. എന്താ വലിയ തമാശ? വളരെ പ്രയാസമുള്ളതാക്കി ലക്ഷ്യത്തെ മാറ്റിയതിന് ശേഷം ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുകയാണ് ബാസ്ക്കറ്റ് ബോൾ ചെയ്യുന്നത്, ക്രിക്കറ്റ് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത്. അതെങ്ങനെ? ഇപ്പോൾ ഒരു ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ നമുക്ക് കാലും കയ്യും ഒക്കെ ഉപയോഗിക്കാമായിരുന്നെങ്കിൽ അത് ഫുട്ബോൾ ആവില്ല. കാല് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മാത്രവുമല്ല, അതിന് നിശ്ചിതങ്ങളായ നിയമങ്ങളുണ്ട്. ഫൗള് ചെയ്യരുത്, ഓഫ് സൈഡ് ആകരുത്, ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് പന്ത് പോകരുത്. ഇത്തരം നിയമങ്ങൾ കൊണ്ട് പ്രയാസമുള്ളതായി തീർന്ന ഒരു പന്തിനെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് ഫുട്ബോൾ കളിയുടെ സൗന്ദര്യം. അതിനെന്ത് വേണം? അതിന് ടാലൻറ്റ് വേണം. അപ്പോൾ ലിയോണാർഡോ മെസ്സി വരുന്നു അല്ലേ, അങ്ങനെ വലിയ കളിക്കാർ വരുന്നു, മാറഡോണ വരുന്നു. ഇങ്ങനെ വലിയ കളിക്കാർ അനായാസമായിട്ട് കളിക്കണു അല്ലേ? കണ്ടിട്ടില്ലേ? മെസ്സിയൊക്കെ വെറുതെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഒരു പന്ത് കാൽമുട്ടിലെടുത്ത് അത് ചുമലിലേക്കിട്ട് അത് തലയിലേക്കിട്ട് എന്നിട്ട് വീണ്ടും പിന്നോട്ടിട്ട് പിൻകാല് കൊണ്ട് മുകളിലേക്ക് എടുത്തിട്ട് അവരങ്ങനെ മാജിക്ക് കാണിച്ചു കൊണ്ടിരിക്കും ഈ പന്ത് കൊണ്ട്. അപ്പോൾ ഈ മാജിക്ക് കാണിക്കാനുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? നമുക്കില്ല. നമ്മളിലെ ടാലൻറ്റിന് മാത്രമേ. ഇപ്പോൾ ബാസ്ക്കറ്റ് ബോളിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്റ്റൂള് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടുകൂടെ ഈ കൊട്ടയിൽ? അങ്ങനെ ജയിക്കാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അതിന് കൃത്യമായ ഉയരമുണ്ട്. അതിനെ ആദ്യം അസാധ്യമാക്കി തീർക്കുന്നു, എന്നതിന് ശേഷം സാധ്യമാക്കി തീർക്കുന്നു. എല്ലാ കളികളും, ക്രിക്കറ്റ് പന്ത് നോക്കിക്കോളൂ, 4.5 ഇഞ്ച് വീതിയാണ് ബാറ്റിനുള്ളത്. കളി അറിയാത്ത ഒരാൾക്ക് എന്താണ്? ഞാൻ കളിയെക്കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ എനിക്കൊരു വായനക്കാരൻ ഒരു വീഡിയോ അയച്ചു തന്നു. ഒരാൾ കാശ്മീരിലൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ കാശ്മീരിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിവക്കത്ത് കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അയാൾ അവിടെ കളി നിർത്തിയിട്ടു. അപ്പോൾ അയാളുടെ പിന്നിലൂടെ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വണ്ടി കടന്നു പോവുകയാണ്. സച്ചിനും ഉടനെ വണ്ടി അവിടെ നിർത്തി ഈ കളിക്കുന്ന ആളോട്, സ്ട്രീറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ബാറ്റ് വാങ്ങുകയും എന്നിട്ട് അസാധാരണമായ അദ്ദേഹത്തിൻ്റെ ഡ്രൈവുകൾ കാണിക്കുകയും ചെയ്യും. സ്ട്രെയിറ്റ് ഡ്രൈവ്സ് ഒക്കെ. അപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ആളുകളൊക്കെ തരിച്ചു നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ ബാറ്റിൻ്റെ പിടിയില്ലേ, ആ പിടി തിരിച്ചിട്ട് ആ പിടി കൊണ്ട് ബാറ്റ് ചെയ്യുന്നു. എൻ്റെ അമ്മ, ആർക്ക് സാധിക്കുന്നു? ഇതാണ് ടാലൻറ്റ്. നിങ്ങൾക്കെല്ലാം ഇരിക്കുന്നു ഒരു ടാലൻറ്റ്. ഈ ടാലൻ്റ് കൊണ്ട് ആവിഷ്കരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്. മറ്റൊരാൾ അയാളുടെ ടാലൻ്റ് കൊണ്ട് സാക്ഷാത്കരിക്കുന്നത് കാണുമ്പോഴാണ് നാം സന്തോഷിക്കുന്നത്. ക്രിയേറ്റിവിറ്റി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്. അങ്ങനെയാണ്. ദൈവം അസാധാരണമായ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ്. ഒരു പുഴുവിനെ, ഒരു ശലഭത്തെ, ഒരു പാമ്പിനെ, ഒരു മയിലിനെ, ഒരു പുഴയെ, ഒരു മലയെ, എന്തിനേയും നോക്കിക്കൊള്ളൂ. എന്ത് അസാധാരണമായ സിമെട്രിയാണ് അതിലുണ്ടാകുക. സിമെട്രി എന്ന് പറഞ്ഞാൽ
തുല്യമായിട്ട് യോജിപ്പിച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇരുവശവും ഒരുപോലെ ഇരിക്കുന്ന ഒന്നിനെ സിമെട്രി എന്ന് പറയും. അങ്ങനെ സിമെട്രി ഉണ്ടെങ്കിലേ നമുക്ക് ഇഷ്ടാവും. എൻ്റെ ഈ ഭാഗം വല്ലാതെ താണിട്ടാണെങ്കിൽ നിങ്ങൾ നോക്കി കൗതുകം കൊള്ളും, ചിരിച്ചില്ല എന്നൊക്കെ വരും എങ്കിലും. അപ്പോൾ ഒരു ഭാഗത്തെ മീശ ഞാൻ വടിച്ചു കളഞ്ഞാൽ ആകെ ചിരിയാകും. കാരണം ഐ ഹാവ് ലോസ്റ്റ് മൈ സിമെട്രി. അപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ഭാഗം മുടി ഇങ്ങനെ കളഞ്ഞിട്ട് നിങ്ങൾ വന്നിരിക്കില്ല. ഇപ്പോൾ ഉണ്ട് ചെറിയ ചില പരീക്ഷണങ്ങളൊക്കെ. അതിനും പക്ഷേ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ സർക്കിളല്ലാത്ത ഒന്ന് സർക്കിളായി തീർന്നത് കൊണ്ട് അതിനെ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ് അതിൻ്റെ ബ്യൂട്ടി നാം മനസ്സിലാക്കുന്നത്. അതിരിക്കട്ടെ, ഈ ദൈവത്തിൻ്റെ ക്രിയേഷൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളാണ്, ഓരോ പുഷ്പവും മരവും പോലെ. പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിലോ ദൈവം സൃഷ്ടിച്ച ആകെ വിരൂപമായിട്ടുള്ള ഒറ്റ സൃഷ്ടിയേ ഉള്ളൂ, അത് ഹ്യൂമൻ ബീയിങ് ആണ്. ശലഭമല്ല, പുഴുവല്ല. പുഴുവൊക്കെ എന്ത് രസമല്ലേ, അതിൻ്റെ കണ്ണും അടുത്ത് നിന്ന് നോക്കിയാൽ, ക്ലോസപ്പിൽ നോക്കിയാൽ എന്തഴകാണ് ഒരു പുഴുവിന് പോലും. പക്ഷേ ക്ലോസപ്പിലായാലും ശരി, എക്സ്ട്രീം ലോങ് ഷോട്ടിലാണെങ്കിലും ശരി, ഒന്നും ഉടുക്കാതെ നിൽക്കുന്ന ഒരു മനുഷ്യന്, മറ്റതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ, ദൈവം കണ്ടുപിടിച്ചൊന്നും അല്ലല്ലോ, ഒന്നും ഉടുക്കാതെ നിൽക്കുന്ന മനുഷ്യന് ഒരു ഭംഗിയുമില്ല. ഭൂമിയിലെ ഏറ്റവും നിസ്സഹായനും ഏറ്റവും വിരൂപനും ആയ ജീവി മനുഷ്യനാണ്. എന്താണ് അതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്? നോക്കൂ, ഒരു മൃഗങ്ങൾക്കൊക്കെ കട്ടിയുള്ള രോമപ്പുതപ്പുകൾ കൊടുത്തിരിക്കുന്നു, കുളമ്പുകൾ കൊടുത്തിരിക്കുന്നു, കൊമ്പുകൾ കൊടുത്തിരിക്കുന്നു. അതൊക്കെ സ്വയം രക്ഷിക്കാൻ പര്യാപ്തമാണ്. അങ്ങനെ ഭൂമിയിലെ മനുഷ്യനൊഴികെയുള്ള ജീവജാലങ്ങളൊക്കെ സ്വയം രക്ഷിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനൊന്നും കൊടുത്തിട്ടില്ല. അയാൾക്ക് ഫയർ മാത്രമാണ് കൊടുത്തത്, ഒരല്പം തീ കൊടുത്തു. അതുപയോഗിച്ച് നീ മുന്നോട്ട് പോവുക എന്നാണ് അയാളോട് പ്രൊമിത്യൂസ് എന്ന് പറയുന്ന ദേവദൂതൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അഗ്നിയിൽ നിന്ന് അഗ്നി അയാളോട് എന്തൊക്കെ പറഞ്ഞു? അഗ്നി അയാളോട് പറഞ്ഞു, നിനക്ക് തണുപ്പിനെ നിയന്ത്രിക്കാനാവും, നിനക്ക് ഇരുട്ടിനെ നിയന്ത്രിക്കാനാവും. എന്നിൽ വെന്തിരിക്കുന്ന ഒരു മാംസം ഭുജിച്ച് നോക്കൂ, നീ സാധാരണ ഭുജിച്ച പച്ചമാംസത്തേക്കാൾ സ്വാദുണ്ട് അതിന്. അങ്ങനെ ചേഞ്ച് യുവർ സെൽഫ്, അതർവൈസ് യു കാൺ സർവൈവ് എന്ന് അഗ്നി പറഞ്ഞതിൻ്റെ ഫലമായി നാം മാറ്റിക്കൊണ്ടിരുന്നു. മാറ്റിയാലല്ലാതെ, മാറിയാലല്ലാതെ അതിജീവിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് നമ്മൾ രോമശൂന്യമായ ശരീരമുള്ള മനുഷ്യൻ അതിനു പകരം ടെക്സ്റ്റൈൽസ് കണ്ടുപിടിച്ചു, വസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു, അഴകുള്ള വസ്ത്രങ്ങൾ. ഒരു ശലഭത്തിന് ഒരു വസ്ത്രമേ ഉള്ളൂ, ഒരു ജോഡിയൊന്നും കിട്ടിയിട്ടില്ല. ജന്മം തീരുന്നത് വരെ പഴകി മുഷിഞ്ഞ് അത് ഉപയോഗിക്കണം. ഒരു കാക്കയ്ക്ക് ഒരു ജോഡി ചിറകെ അനുവദിച്ചിട്ടുള്ളൂ, അല്ലേ? നമുക്കോ എത്ര വസ്ത്രങ്ങൾ! ഈ കണ്ട വ്യാപാരശാലകളെല്ലാം ലാഭകരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് നമ്മുടെ സൗന്ദര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എന്നതാണ്. ആ ഡ്രസ്സിൽ അവളെ കാണാൻ എന്തൊരു ഭംഗിയാണ്, ആ ഡ്രസ്സിൽ അയാളെ കണ്ടാൽ നോക്കിപ്പോകും. ഈ ഡ്രസ്സിൻ്റെ സൗന്ദര്യമാണ് മിക്കവാറും നമ്മുടെ സൗന്ദര്യം. അങ്ങനെ രോമശൂന്യമായ ശരീരമുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ച് രോമമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞത് സുന്ദരനാകുക എന്നാണ്. അങ്ങനെ ശരീരത്തിൽ നമ്മൾ സുന്ദരനായി. നമ്മൾ അതിജീവിക്കാൻ ഒരു ഗാർഡും ഇല്ലാത്ത, ഒരു കവചവുമില്ലാത്ത ഒരാളാണ്. പക്ഷേ ആമയ്ക്കൊക്കെ എന്ത് കവചമാണ്! മഴ വീണാലും കൊള്ളില്ല, വെയിൽ വന്നാലും തട്ടില്ല. അതുകൊണ്ട് നമ്മൾ കവചമുണ്ടാക്കി. അതാണ് ഈ കാണുന്നതെല്ലാം, നാം കാണുന്ന കെട്ടിടങ്ങളെല്ലാം, അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ വീടുകൾ ഉണ്ടാക്കുന്നു, വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വെറുതെ ശ്വാസം കഴിക്കാം, അതുകൊണ്ട് ഒച്ച ഉണ്ടാക്കാം എന്നല്ലാതെ ഒച്ച മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ നമ്മൾ ആ ഒച്ചയെ പരിവർത്തിപ്പിച്ച് ഭാഷയാക്കി. അങ്ങനെ ഭാഷയ്ക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം നമുക്ക് ഭാഷ ഉപയോഗിച്ച്, ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ നമ്മൾക്ക് ഭാഷ ഉപയോഗിച്ച്. ഭാഷയെ പിന്നെയും നമ്മൾ പുതുക്കി ലിപികൾ ഉണ്ടാക്കി, എഴുത്തായപ്പോഴോ പണ്ട് കാലത്തുള്ളതൊക്കെ
ഒക്കെ നമുക്ക് മറക്കാതെ വെക്കാമെന്നായി. ഹിസ്റ്ററി ഉണ്ടായി. സയൻസിന് പോലും ഹിസ്റ്ററി വേണം, അല്ലെങ്കിൽ പണ്ടുള്ള ആൾ കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടി വരുമായിരുന്നു. ഭാഷയുള്ളതിനാൽ, എഴുത്ത് വിദ്യ ഉള്ളതിനാൽ പണ്ട് കണ്ടുപിടിച്ചത് വീണ്ടും കണ്ടുപിടിക്കേണ്ട. അതിൻ്റെ വിവരണങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി. നമ്മളൊരു തുടക്കമല്ല, ഒരു തുടർച്ചയായി. വി ആർ എ കണ്ടിന്യൂഷൻ. നമ്മളൊരു തുടർച്ചയായിട്ട് മാറി. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുക ചെയ്തത്. ലിമിറ്റേഷൻസ് ഒക്കെ എന്തായിത്തീരുകയാണ്? പോസിബിലിറ്റി ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമുക്ക് ലിമിറ്റേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയില്ലേ, അയാൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്നതാണ്. കണ്ണ് കാണാത്ത ഒരാൾക്ക് അമേരിക്കയിൽ റേഡിയോ സ്റ്റേഷനുകളിലൊക്കെ റിസർവേഷനുണ്ട്. കാരണം എന്താ? അയാൾ കൂടുതൽ ശ്രദ്ധിച്ച് സംസാരിക്കും, ശ്രദ്ധിക്കും. ശ്രദ്ധിക്കുന്ന ഒരാളുടെ വാക്കുകൾ നമ്മളും ശ്രദ്ധിക്കും, അല്ലേ? കാരണം എന്താ? അയാൾക്ക് വേറെ വഴിയില്ല. ഇങ്ങനെ ഓരോന്നും ഒരു ഭാഗം കഴിയുമ്പോൾ മറ്റ് ഭാഗങ്ങൾ കൊണ്ട് നമ്മളത് പരിഹരിക്കും. അതുകൊണ്ട് എന്താണ്? ലിമിറ്റേഷൻസ് ഒക്കെ പോസിബിലിറ്റിയായി മാറും. ലിമിറ്റേഷൻസ് പോസിബിലിറ്റി ആക്കി മാറ്റിയ ഒരു മഹാത്ഭുതമാണ് മനുഷ്യൻ്റെ. ആ മനുഷ്യൻ്റെ ഈ അത്ഭുതത്തിൻ്റെ മീഡിയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തത് സൃഷ്ടിക്കുക. നമ്മൾ ഇക്കാലം വരെ ജീവിച്ചത് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടാൽ നിങ്ങൾക്കൊരു സന്തോഷവും ഭൂമിയിൽ ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പുതിയ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തായിത്തീരുന്നത്? നിങ്ങൾ സന്തുഷ്ടരായിത്തീരുക. എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വേറെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു മരം, മാവിന് സ്വാദൊന്നുമില്ല, അല്ലേ? സ്വാദുള്ളതായിത്തീരാൻ മാവ് എന്ത് ചെയ്യുന്നു? മാങ്ങയുണ്ടാക്കുന്നു. നിങ്ങളറിയുമോ, ലോകര് മുഴുവൻ മലയാളം സംസാരിക്കുന്ന 2 സന്ദർഭങ്ങളുണ്ട്. ഏതാണെന്നറിയാവോ? മാങ്ങ എന്ന് പറയുമ്പോഴും ചക്ക എന്ന് പറയുമ്പോഴും. മാംഗോ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ചെറിയ വളയൽ മാത്രമേ ഉള്ളൂ, മാങ്ങ തന്നെയാണത്. ജാക്ക് എന്ന് പറയുമ്പോൾ നാവിൻ്റെ പരിസ്ഥിതിക്കനുസരമായ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്കനുസൃതമായ ജോഗ്രഫിക്കനുസൃതമായിട്ടുള്ള ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ചക്കയാണ് അത്. അങ്ങനെ ലോകരൊക്കെ ഇങ്ങനെ 2 വിഭവങ്ങളുടെ പേര് പറയുമ്പോൾ മലയാളം പറയാതെ പറ്റില്ല. നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ എത്ര മലയാളം പറയുമായിരുന്നു ഡച്ചുകാർ, എത്ര മലയാളം പറയുമായിരുന്നു ഇംഗ്ലീഷുകാർ, എത്ര മലയാളം പറയുമായിരുന്നു ജർമ്മൻകാർ, ഇല്ലേ? നമുക്കങ്ങനെ ലോകത്തൊക്കെ ഉപയോഗപ്പെടുന്ന വിഭവങ്ങളില്ലാത്തത് കൊണ്ട് ഈ 2 വാക്കിൽ ഒരുങ്ങി ലോകത്തിൽ മലയാളം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? മാവ് എന്തിനാ പുഷ്പിക്കുന്നത്? മാവിന് മണമില്ല, അല്ലേ? മാമ്പൂവിന് മണമുണ്ട്. മാവിന് സ്വാദില്ല, മാമ്പഴത്തിന് സ്വാദുണ്ട്. അതുകൊണ്ട് സൗരഭ്യവും സൗന്ദര്യവും ആവിഷ്കരിക്കാൻ വേണ്ടി മാവ് പുഷ്പിക്കുന്നു, കായ്ക്കുന്നു. നമ്മൾ എഴുതുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പാടുമ്പോൾ കാഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാകർഷകത്വമില്ല. പാടുമ്പോൾ വരുന്നു ഒരാകർഷകത്വം. ഭൂമിയിലെ ഏറ്റവും സുന്ദരന്മാരായ മനുഷ്യർ അവൻ്റെ മാധ്യമം ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും സുന്ദരനായിത്തീരുന്നത്. ഇന്ന് മരിച്ചിരിക്കുന്ന ജയചന്ദ്രനൊക്കെ പാടുമ്പോൾ എന്തൊരഴകാണ്. ഷക്കീർ ഹുസൈൻ എന്തൊരു ഘോഷത്തിൽ മുഴുകുമ്പോൾ മുടിയൊക്കെ ഇട്ടങ്ങോട്ട് കിടക്കി എന്ത് രസകരമായിട്ടാണ് നമ്മൾ അത് ആസ്വദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഷക്കീർ ഹുസൈനായിരുന്നു എന്ന്, അല്ലേ? ഇങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി നാം ഉപയോഗിക്കുമ്പോൾ, അത് സർവർക്കും സ്വീകാര്യമാകുമ്പോൾ വി ആർ ബിക്കമിങ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻസം ഫിഗേഴ്സ് എന്നതാണ് സത്യം. അങ്ങനെ നമ്മൾ വളരെ സുന്ദരന്മാരും സുന്ദരികളുമായി തീരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കവിത എഴുതുന്നു, കഥ എഴുതുന്നു, ചിത്രം വരയ്ക്കുന്നു, സംഗീതം ആലപിക്കുന്നു, ഇങ്ങനെ ഓരോരോ നൃത്തം വയ്ക്കുന്നു, ഓരോരോ മേഖലകളിൽ പ്രവേശിക്കുന്നു. അപ്പോഴും നമ്മൾക്ക് സൗന്ദര്യം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് വലിയ സാക്ഷാത്കാരമാണ്. കാരണം എന്താ?
നമ്മൾ ഏറ്റവും കൊതിക്കുന്നത് ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയിട്ട്. എന്താ അതിന് കാരണം? നമ്മളെ മാത്രമാണ് ബ്യൂട്ടിഫുൾ അല്ലാതെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമുക്ക് പ്രതികാര ബുദ്ധിയുണ്ട്. ആ പ്രതികാര ബുദ്ധി സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ സൗന്ദര്യം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു 4-5 കസേര ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല, വന്നിട്ട് അതിന് നേരെയാക്കും. അതിനാണ് ഞാൻ നേരത്തെ സിമെട്രി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരടുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സിൽവർ ഹിൽസ് സ്കൂളിൽ ഒരു പെർഫെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഒരു മട്ടുണ്ട്, അതൊക്കെ അറിയാവുന്ന ഒരു പ്രിൻസിപ്പളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതൊരു വ്യത്യസ്തമായ കഥയാവും. അങ്ങനെ ആയിത്തീരണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ബി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ചെടി പൂവാകുമ്പോൾ ചെടിയേക്കാൾ എത്ര അഴകാണ് അതിന്, അല്ലേ? നമ്മൾ പാടുമ്പോൾ നമ്മളെക്കാൾ എത്ര അഴകാണ് നമുക്ക്, അല്ലേ? റിസൾട്ട് എന്നാണ് പറയുക നിങ്ങളുടെ റിസൾട്ടിന്, അല്ലേ? റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? ഫലം എന്നാണ്, അല്ലേ? മരത്തിൽ ഫലം ഉണ്ടാകുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ റിസൾട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അങ്ങനെ സാധിക്കില്ല. നമുക്ക് അതേ ഫലം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. മാത്രമല്ല അതിൽ നമ്മുടെ മുഴുവൻ ടാലൻറ്റും നമുക്ക് പുറത്തെടുക്കാൻ സാധ്യമല്ല. പഠനത്തിൽ ചിലർക്ക് പറ്റിയേക്കാം, എന്നാലും അപൂർണതയാണ് അവിടെയും ഫലം. പക്ഷേ നമ്മൾ മറ്റ് റിസൾട്ടുകൾ നമുക്കുണ്ടാക്കാൻ കഴിയും. പാടി, ആടി, എഴുതി, വരച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന റിസൾട്ടുകൾ നമ്മളെ നമ്മുടെ പരീക്ഷാഫലത്തേക്കാൾ റെപ്രസെൻ്റ് ചെയ്യും, പ്രതിനിധീകരിക്കും. A+ ഒക്കെ ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ചിത്രം ആര് വരച്ചിരിക്കുന്നു? റാങ്കൊക്കെ ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പാടാൻ ആർക്ക് കഴിയുന്നു? ജയചന്ദ്രനൊക്കെ എന്തൊരു ആകർഷകമായിട്ടാണ് നമ്മുടെ മനസ്സിൽ സ്ഥിരവാസം ചെയ്യുന്നത്. ഇന്നലെ കേട്ട പാട്ടുകൾ പിന്നീട് കേൾക്കുമ്പോൾ ഇന്നത്തെ എല്ലാ അനുഭവങ്ങളോടും അത് യോജിച്ച് നിങ്ങളിൽ നൊസ്റ്റാൾജിയ വർക്കൗട്ട് ചെയ്യുന്നു. ഇവിടെ കോളേജ് ഡേയും സ്കൂൾ ഡേ ഒക്കെ ഉണ്ടാവില്ലേ? സ്കൂൾ ഡേ ഉണ്ടാവും, ആനുവൽ ഡേ ഉണ്ടാവും, യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവും. ആ ദിവസങ്ങളിൽ നമുക്ക് എന്തൊരു ഹരമാണ്, അല്ലേ? ഇപ്പോൾ കലോത്സവം എന്തൊരു ഉത്സവമായിരുന്നു ഈ കഴിഞ്ഞത്. എന്ത് കാരണം? അത് ടാലൻസ് ഡേ ആയിരുന്നു. അത് നമ്മളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. സാധാരണ കുട്ടികൾ ഇതുവരെ കാണാത്ത വൈഭവത്തോടുകൂടി മിമിക്രി അവതരിപ്പിക്കുന്നു, ഇതുവരെ കാണാത്ത വൈഭവത്തോടുകൂടി നാടകത്തിൽ അഭിനയിക്കുന്നു, ഇതുവരെ കാണാത്ത ചുവടുകളോടുകൂടി നൃത്തം വയ്ക്കുന്നു. ഇതിൻ്റെ എല്ലാം ആഘോഷമായിത്തീരുന്നു. അവിടെ വെച്ച് നമ്മളൊരു പാട്ട് കേട്ടു എന്ന് വിചാരിച്ചോളൂ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് വാർദ്ധക്യമൊക്കെ ആയി ആ സമയത്ത് ആ പാട്ട് വീണ്ടും കേൾക്കാനിടയായാൽ നിങ്ങളുടെ മനസ്സ് വേദന കൊണ്ട് നിറയും. ആ അനുഭൂതിക്ക് നാം നൊസ്റ്റാൾജിയ എന്ന് പറയും. ഭാവി കാലത്തിൻ്റെ ഈ നൊസ്റ്റാൾജിയ ആരെയാണ് ആകർഷിക്കാത്തത്? അതിനു വേണ്ടിയുമാണ്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയല്ല, നമ്മളിൽ അവസാനിക്കുന്നതല്ല. ഒരു വലിയ വൃത്തം സൃഷ്ടിക്കാനുള്ള മഹാശ്രമത്തിൻ്റെ ഭാഗം ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു, വരയ്ക്കുന്നു. ബി ക്രിയേറ്റീവ്, അതർവൈസ് നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് അല്ല. നിങ്ങൾ സദാ ജാഗ്രതയുള്ളവരായിരിക്കണം. തോറ്റു കൊടുക്കാൻ പാടില്ല. ഉടുപ്പഴിച്ചാൽ അതിവിരൂപരാണ് നമ്മൾ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നഗ്നമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ സൃഷ്ടിക്കുന്ന ബ്യൂട്ടിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഏത് മേഖലയിലായാലും ശരി, ആസ്വാദനത്തിലായാലും മതി, അയാൾക്ക് വായിച്ചാൽ മനസ്സിലാകും. അത് മതി, അയാൾക്ക് നൃത്തം ആസ്വദിക്കാനാകും, അല്ലേ? ഇനി ഒരു ചെറിയ 2 കാര്യം പറഞ്ഞിട്ട് ഇതാ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് കേട്ടത്? കാതുകൊണ്ടാണെന്ന് പറയും നിങ്ങൾ, ആണോ? ഞാൻ വേറൊരു ഭാഷയിലാണ് സംസാരിച്ചതെങ്കിൽ നിങ്ങൾ കാതുകൊണ്ട് കേൾക്കുമോ? ഞാനിവിടെ ചൈനീസ് ഭാഷയിലാണ് സംസാരിച്ചത് എങ്കിൽ നിങ്ങൾ ഒച്ച മാത്രമേ കേൾക്കൂ, വാക്കുകൾ കേൾക്കുകയില്ല, അല്ലേ? അതെന്തുകൊണ്ടാണ്? എന്ത് വേണം അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ? നിങ്ങൾക്ക് മലയാള ഭാഷ ഇൻസ്റ്റാൾ ചെയ്ത ഒരു കാതു വേണം, അല്ലേ? അതെ, മലയാള ഭാഷ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് കേൾക്കില്ല. ചെറുപ്പം മുതലേ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നു. എന്നാലും നിങ്ങൾക്ക് ഒരു കവിത കേട്ടാൽ മനസ്സിലാകാൻ
ഭാഷ ഇൻസ്റ്റാൾ ചെയ്ത ഈ ചെവി മതിയോ? പോരാ. എന്ത് വേണം? അതിന് സെൻസിബിലിറ്റി വേണം. മലയാളത്തിൽ അതിന് ഭാവുകത്വം എന്ന് പറയും. അപ്പോൾ സെൻസിബിലിറ്റി ഉള്ള ഒരാൾ കർണാട്ടിക് മ്യൂസിക് കേട്ടാൽ ഇങ്ങനെ ആനന്ദപരവശനായി ഇരിക്കും, ഒപ്പം പാടും. സെൻസിബിലിറ്റി ഇല്ലാത്ത ഒരാൾ കേട്ടാൽ എന്തൊക്കെയാണ് ഈ ഒച്ചപ്പാട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകും, അല്ലേ? അതുപോലെ നൃത്തത്തിന് സെൻസിബിലിറ്റി ഉള്ള ഒരാൾ അതിൻ്റെ മുമ്പിൽ നിർവിശേഷം ഇരിക്കും. അലർമേൽ വല്ലി ഡാൻസ് ചെയ്യുമ്പോൾ, ശോഭന ഡാൻസ് ചെയ്യുമ്പോൾ അതൊക്കെ കണ്ട് കണ്ണടയ്ക്കാതെ ഇരിക്കും നമ്മൾ. ബിക്കോസ് യു ഹാവ് സെൻസിബിലിറ്റി. ഇങ്ങനെ നമ്മൾ സെൻസിബിലിറ്റി ഉള്ളതായി തീർന്നാൽ നമുക്ക് പിന്നെ ഒരു നിരാശയും ഏകാന്തതയും ഒന്നും ഉണ്ടാവില്ല. വയസ്സായ എന്ത് ചെയ്യും? നല്ല പാട്ട് കേട്ടാൽ മതി, നല്ല ഫുട്ബോൾ കളി കണ്ടാൽ മതി, നല്ല നാടകം കണ്ടാൽ മതി, നല്ല സിനിമ കണ്ടാൽ മതി. നല്ല സിനിമ കാണണമെങ്കിൽ സെൻസിബിലിറ്റി വേണം. അപ്പോൾ ഈ സെൻസിബിലിറ്റി കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ ഈ സെൻസിബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കവിതയും കഥയൊക്കെ എഴുതുക, പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക. വി നീഡ് എ സെൻസിബിലിറ്റി. അതെങ്ങനെ ഉണ്ടാകും? ചെറുപ്പം മുതലേ നല്ല ചിത്രങ്ങളൊക്കെ കണ്ടിട്ടും ഗാലറികളൊക്കെ സന്ദർശിച്ചിട്ടും അപ്പോൾ നമ്മൾ പതുക്കെ ഈ ലോകത്തിലെ ചിത്രങ്ങൾ, ഷേപ്പുകൾ, നിറങ്ങൾ ഒക്കെ മനസ്സുകൊണ്ട് ആസ്വദിക്കുകയും പതുക്കെ ഈ ദൈവത്തിലുള്ള ഒരു ശേഷി നമ്മളിലേക്ക് വരികയും യു ഹാവ് വിത്ത് എ ഡിവൈൻ ഫയർ എന്നായിത്തീരുകയും നിങ്ങളിൽ സെൻസിബിലിറ്റി പുഷ്പിക്കുകയും ആ സെൻസിബിലിറ്റി നിങ്ങളുടെ രചനകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അത്തരം ഒരു സെൻസിബിലിറ്റി കൂടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ നമുക്ക് ശൂന്യതയില്ല എന്ന് അർത്ഥം. അതുകൊണ്ട് ഇവിടെ വരാനും സംസാരിക്കാനും ഇടയായതിൽ ഏറെ സന്തോഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.